ഓക്കെ. കുറച്ചും കൂടെ നീളം വേണം. കുറച്ചും കൂടെ കൈയിട്ട് വാരാനായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. ഇതാണ് മുട്ട സാബു. കുത്തരിയാണ് നമ്മൾ, അതൊരു ഏകദേശം ഒരു 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. മതി. ഒരു സ്പൂൺ നിറച്ച് ജീരകം, 1 സ്പൂൺ വേണ്ട, ഒരു 3/4 സ്പൂണോളം ഉലുവ, 10-12 ഏലക്ക. ഇനി ഇതൊന്നുകൂടെ ഈ ഉലുവയും ജീരകവും അരിയും എല്ലാം ഒന്ന് മൂത്ത് വരുന്ന വരെ ഇത് ഇളക്കിയാൽ മതി. നല്ല മണം വരുന്നുണ്ട് ആ നെയ്യുടെ എല്ലാം കൂടെ. അങ്ങനെ നമ്മുടെ കാപ്പിപ്പൊടിയുടെ പരുവം കറക്റ്റായിട്ടുണ്ട്. അരി, ഏലക്ക, എല്ലാ സാധനങ്ങളും റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് ചൂടാറുന്ന സമയത്ത് നമുക്ക് പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ കാപ്പിക്കുരു പൊടിക്കുന്നതിന് മുന്നേ നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം.